നീലൂർ ദേശവാസികൾ എല്ലാവരോടും ചേർന്ന് നമ്മുടെ ദൈവ മധ്യസ്ഥനായ ശുദ്ധീകരണ തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ശുദ്ധീകരണത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ വഴിയിൽ നമ്മൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. പ്രത്യേകമായി തിരുക്കുടുംബ സംരക്ഷകനും കാവൽക്കാരനുമായ ശ്രീ യോസേഫിതാവിനോട് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നും കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമെന്നും നല്ല കുടുംബങ്ങൾ നമ്മുടെ സഭയിൽ രൂപപ്പെടുത്തുന്നത് പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ വഴിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഭക്തിയോടെ തീക്ഷ്ണതയോടെ നമ്മുടെ യാത്രയ്ക്കാം.
സൃഷ്ടിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ സ്തുതിയുണ്ടാ
പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ വ്യഭിചാരികളുമായി സമ്പർക്കം വരുന്ന മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നാണെന്നല്ല ഞാൻ വിമർശിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യേക സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനോ പരദൂഷകനോ മദ്യപാനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവരുമായി സംസർഗം പാടില്ലെന്ന് ഞാൻ എഴുതിയത്. അവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും വരുന്നത്. പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്. പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ഈ തലമുറയെ ഇതിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്. ചന്തസ്ഥലത്തിൽ നിന്ന് മറ്റുള്ളവരെ വിളിക്കുന്ന കുട്ടികൾക്ക് സമാനമാണ്. അവർ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, അവൻ പിശാച് ബാധിതനാണ്. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വികാരിച്ച സ്നേഹമുള്ള സന്യസ്തരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആരാധനാക്രമവത്സരത്തിൽ നോമ്പ് കാലത്തിലാണ് നമ്മൾ. നോമ്പിൻ്റെ ഒരാഴ്ച പൂർത്തിയാക്കി രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. വലിയ
പ്രാർത്ഥനയുടെയും തീവ്രമായ പരിത്യാഗ പ്രവൃത്തികളുടെയും ഒക്കെ മധ്യയാണ് നമ്മൾ സാധാരണ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ തിരുനാൾ ഘോഷിക്കുന്നത്. വിരക്തി പരിശീലിക്കുന്ന അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാലമാണ് നോമ്പുകാലം. നമ്മൾ സാമാന്യമൊക്കെ സമൃദ്ധിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആണ് സമൂഹം ഇപ്പോൾ നിലനിൽക്കുന്നതായിരിക്കുന്നത്. ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് മിക്ക വീടുകളിൽ തന്നെ ഇല്ല, കുഴപ്പമില്ല. എങ്കിലും നമ്മൾ സ്വാഭാവികമായി ഇല്ലാത്ത ഒരു കാര്യം, അതായത് വലിയ ഭീകരമായ ഒരു ദാരിദ്ര്യാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിലും ആത്മീയ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായ ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന കാലമാണിത്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണ്ടെന്ന് വയ്ക്കുന്ന കാലം, കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി കഴിക്കാത്ത കാലം, നമ്മുടെ ഇഷ്ടങ്ങളോട് വേണ്ട എന്ന് പറയുന്ന കാലം, അങ്ങനെയുള്ള കാലത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടല്ലാത്ത ഒരു ദാരിദ്ര്യ ആരോഗ്യം കൊണ്ട് നടക്കുന്ന കാലമാണിത്. ഒരു നോമ്പ് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ഒരു ഷിമ്മിക്കൂട് നിറയെ ചോക്ലേറ്റ് കൊണ്ടുവന്ന് എൻ്റെ തന്ന് ഞാൻ ഓർക്കുന്നു. ഒരു +1 +2 ഡിഗ്രി പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. ആ പെൺകുട്ടി എൻ്റെ കൊണ്ടുവന്ന് ഒരു ഷിമ്മിക്കൂട് നിറയെ ചോക്ലേറ്റ് കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് 50 ദിവസത്തിനകത്ത് കിട്ടി കാണിച്ച, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചു, തിന്നാതിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചോക്ലേറ്റ്, ഞാൻ തിന്നാതിരുന്നു. കഴിഞ്ഞിട്ട് തിന്നാൻ വേണ്ടി അല്ല വെച്ചത്, ഇത് പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നു. ഞാനത് പാവപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ ഒരു വീട്ടിൽ ഞാനത് എത്തിക്കുകയും ചെയ്തു. ഞാൻ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് തിന്നാത്ത ഒരു കാലമാണ്. താല്പര്യമുള്ള വിഷയങ്ങൾ മാറ്റിവെക്കുന്ന കാലമാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഫോണും കൂടി ഞാൻ മേടിച്ചു, ഒരു 600-700 രൂപ കൊടുത്ത്. ആ കുഞ്ഞു ഫോണായിരുന്നു ഞാൻ നോമ്പ് കാലത്ത് ഉപയോഗിക്കുന്നത്. അതായത് നോമ്പിനൊരു ഫോൺ, മുട്ട ഫോണൊക്കെ മാറ്റി ഇഷ്ടംപോലെ സമയം വെച്ചതായിരുന്നു. പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കയറാതിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം വെച്ചോ. ഇപ്പോൾ പക്ഷെ പറ്റിയിരുന്നായി ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ. കാരണം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇടവകയിലാണ്, ഇടവക്കാരുടെ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, സ്കൂളിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ, ഞാൻ ക്ലാസ് ടീച്ചറായിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അവരുടെ പരീക്ഷ അതിലാണ് +2 പരീക്ഷ ഡ്യൂട്ടിക്ക് പോകുന്ന സ്കൂളിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അറിയുന്നതെല്ലാം അതിനകത്തൂടെയാണ് കിട്ടുന്നത്. വേണ്ടെന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കയറിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുന്ന കാലം. വിശുദ്ധ യോസേഫ് പിതാവിനെ പറ്റി പറയുന്ന ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. വിരക്തി പ്രാക്ടീസ് ചെയ്യുന്ന കാലമാണിത്. പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവായ യോസേഫ് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? യോസേഫ് പിതാവ് പരിശുദ്ധ അമ്മയുടെ കൂടെ, ഉണ്ണിമിശിഹായുടെ കൂടെ തിരുക്കുടുംബത്തിലായിരുന്നുവെങ്കിലും യോസേഫ് പിതാവ് സ്വന്തം താല്പര്യങ്ങളെല്ലാം പിതാവായ ദൈവത്തിന്റെ അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ വേണ്ടെന്ന് വെച്ചാണ്. നിന്റെ ഭാര്യയായ മറിയത്തെ നീ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, നിന്റെ ഭാര്യ ആകാൻ പോകുന്ന മറിയത്തെ ഒന്നുമല്ല. യോസേഫ് പിതാവിന്റെ മനസ്സും രീതികളും ശീലങ്ങളും ഒക്കെ അറിഞ്ഞ് പിതാവായ ദൈവം യോസേഫ് പിതാവിനെ ദൂതൻ വഴി സംബോധന ചെയ്യുന്നത്, നിന്റെ ഭാര്യയായ മറിയത്തെ നീ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. നിന്റെ ഭാര്യ മറിയമാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നീ എന്തിനാണ് അതിന് മാറ്റം വരുത്തുന്നത്? നിന്റെ ഭാര്യയായ മറിയത്തെ നീ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ജീവിതത്തിൽ മരണപര്യന്തം കൊണ്ടു നടന്ന ഒരു ശീലമാണ് വിരക്തി എന്ന് പറയുന്നത്. സ്വന്തം താല്പര്യങ്ങളൊന്നും യോസേഫ് പിതാവിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പിന്നീട് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് യോസേഫ് പിതാവിനെ കാണുന്ന പോലുമില്ല. ദേവാലയത്തിൽ ഉണ്ണിമിശിഹായെ നഷ്ടപ്പെട്ട് കണ്ടെത്തിയപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് യോസേഫ് പിതാവ് അന്ന് മറയുകയാണ്. പരസ്യ ജീവിതകാലം വരെ യോസേഫ് പിതാവ് ജീവിച്ചിരുന്നില്ല. ഈശോ കുടുംബത്തിൽ
ബാലനായി യൗവനകാലത്തിൽ അല്ലെങ്കിൽ യുവാവായി ഈ വളർന്നു വന്ന കാലം വരെയൊക്കെ യോസേഫ് പിതാവ് തിരുക്കുടുംബത്തിന്റെ നാഥനായി, കുടുംബത്തിന്റെ സംരക്ഷകനായി, ഉണ്ണിമിശിഹ തന്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള പ്രാപ്തി ഉണ്ണിമിശിഹായിക്കായി എന്ന് കണ്ടപ്പോൾ മുതൽ ആയിരിക്കാം ഒരുപക്ഷെ യോസേഫ് പിതാവ് മറഞ്ഞു പോകുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്വമില്ല ഇപ്രകാരം ഏറ്റെടുത്ത് 100% വിശ്വസ്തയോടുകൂടി നിർവഹിച്ച് എവിടെയോ മറഞ്ഞു പോകുന്ന ഒരു വലിയ പുണ്യാത്മാവാണ് യോസേഫ് പിതാവ്. എങ്ങനെ ഇങ്ങനെ ആയിരിക്കാൻ പറ്റുന്നു എന്നാണ് യോസേഫ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്നു. നോമ്പുകാലത്ത് ആഘോഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തിരുനാളാണിത്, വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു വചനം വായിക്കുമ്പോൾ ഈ തലമുറ എന്തിനോടാണ് നാം ഉപമിക്കേണ്ടത്? അത് ചന്തസ്ഥലത്ത് നിന്ന് മറ്റുള്ളവരെ വിളിക്കുന്ന കുട്ടികൾക്ക് സമാനമാണ്. പൊതുസമൂഹം ഞങ്ങളുടെ കൂടെ കുടിക്കൂ എന്ന് പറയുന്ന കാലമാണ്. അതാണ് ഇന്നത്തെ തലമുറ എന്ന് മത്തായി സുവിശേഷങ്ങളുടെ കർത്താവ് പറയുകയാണ്. കൂടെ എല്ലാവരുടെയും കൂടെ ആയിരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കൂടെ ആയിരിക്കാൻ ഒരു ഓളത്തിനകത്തങ്ങ് പോവാണ്, എല്ലാവരും വലിയ ആടപ്പെടുത്ത് ജീവിക്കുന്നു. പോരെ ഇങ്ങോട്ട് ചന്തസ്ഥലത്ത് നിന്ന് കുട്ടികളെ വിളിക്കുന്ന മറ്റു കുട്ടികൾക്ക് സമാനമാണത് എന്ന് പറയുന്ന കർത്താവിന്റെ വചനം. യോസേഫ് പിതാവ് പക്ഷേ ആൾക്കൂട്ടത്തിൽ എപ്പോഴും ധരിച്ചായിരുന്നു. കർത്താവ് അതുകൊണ്ട് യോസേഫ് പിതാവിനെ കണ്ടു മനസ്സിലാക്കിയത് അവൻ നീതിമാനായിരുന്നു എന്നാണ്. നമ്മൾ എത്ര പേരെ നോക്കി ദൈവത്തിന് അതുപോലെ പറയാൻ പറ്റും നീതിമാനാണ് എന്ന്? നമുക്ക് ആൾക്കൂട്ടത്തിന്റെ കൂടെ പോകുന്നതാണ് ഇഷ്ടം. എല്ലാവരും ആഘോഷിക്കുമ്പോൾ കൂടെ ആഘോഷിക്കാൻ. ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ICUയിലോ ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു മെസ്സേജ് വന്നത് എന്റെ മനസ്സിലേക്ക് വന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ വർദ്ധിക്കുന്നതിനകത്ത് എന്ത് നോയമ്പ്? ഒരു പക്ഷേ നമ്മുടെ നോമ്പിനെ തകർക്കാൻ വേണ്ടി ആരും എഴുതുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ നോമ്പിനെ തകർക്കാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പ മിണ്ടാമില്ലാതെ അല്ലെങ്കിൽ ആരുമായി സമ്പർക്കമില്ലാതെ ശരിയായ വാർത്തകളൊന്നും പുറത്തു വരാത്ത സമയത്ത് പാപ്പ പറഞ്ഞൊരു സാധനം നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം വേണ്ടെന്ന് വയ്ക്കുന്നത് അതിനാൽ തന്നെ ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന എന്റെ ശീലങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, എന്റെ ജീവിതത്തിലെ എന്നെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന, എനിക്ക് കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ സൂചനയായി എന്റെ ജീവിതത്തിൽ ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു വ്യത്യാസം ഞാൻ നടത്തുമ്പോൾ അതിന് 100% അർത്ഥമുണ്ട്. ഇനി എന്റെ ഇഷ്ടങ്ങളെ ഈ തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇനി ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമാണ് ഞാൻ നോയമ്പിൽ എടുക്കുന്നതെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 50 ദിവസമെങ്കിൽ 50 ദിവസം ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ സ്വയം നിയന്ത്രണമാണ് മനുഷ്യന് ഇല്ലാതെ പോകുന്നത്. ആൾക്കൂട്ടത്തിന്റെ കൂടെ കൂടുന്നതാണ് നമ്മൾ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ആരോ എപ്പോഴോ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാകും. ഈ തലമുറ എന്തിനോടാണ് ഞാൻ ഓർമ്മിക്കേണ്ടത്? ചന്തസ്ഥലത്ത് നിന്ന് കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. കൂട്ടത്തിൽ കൂടാൻ എല്ലാവരും ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളെയും പൊതുസമൂഹം ലൗകികതയുടെ ഒഴുക്കിൽപ്പെട്ട് എങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനകത്ത് കൂടി പോകുന്ന നമ്മളോട് യോസേഫ് പിതാവ് പറയുകയാണ്, വിരക്തി പരിശീലിക്കുക. വേണ്ട എന്ന് പറയാൻ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പറ്റുക. അങ്ങനെ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ നോമ്പ് പ്രാവർത്തികമാകുന്നത്. പക്ഷേ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ യോഗ്യരായിത്തീരുന്നത്. അങ്ങനെ വിശുദ്ധ യോസേഫ് പിതാവ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ. ഏറ്റവും വലിയ കരുതലോടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചവനാണ് വിശുദ്ധ യോസേഫ് പിതാവ്. ദൈവമാണ് കൂടെയുള്ളത് എന്ന് കരുതി തൻ്റെ കൂടെയുള്ള ഉണ്ണിമിശിഹായെ സംരക്ഷിച്ചു വളർത്തിയവനാണ്. ദൈവത്തിൻ്റെ അമ്മയാണ് തൻ്റെ കൂടെയുള്ളത് എന്ന് കണ്ട് തൻ്റെ ഭാര്യയെ പൊന്നുപോലെ കരുതിയവനാണ്. അതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ടത്.
പ്രാവർത്തികമാക്കേണ്ടത്. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ഇവരെല്ലാം ദൈവമാണെന്നും ദൈവം തന്നതാണെന്നും ദൈവത്തിൻ്റെ അമ്മയാണെന്നും ഒക്കെയുള്ള ചിന്ത നമുക്കും ഉണ്ടെങ്കിൽ എല്ലാം തിരുക്കുടുംബങ്ങളാകും. നമ്മളെല്ലാവരും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകരുമാകും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതലിയൂർ പള്ളിയിൽ ഞാൻ കുറച്ച് നാളുടെ കാര്യമാണ്. എഴുതലിയൂർ പള്ളി വിശുദ്ധകാല പള്ളിയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന നവേന പ്രാർത്ഥനയിൽ ആ പാട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതലിയൂർ പള്ളിയിലെ നവേന പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ഒരു പാട്ട് ഞാൻ കുറച്ച് നാളായോട് മാറിയിട്ട് മുഴുവൻ എൻ്റെ മനസ്സിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നല്ല വരികളും നല്ല അർത്ഥപൂർണമായ വരികളുമാണ്. ഞാനതൊന്ന് പാടി അവസാനിപ്പിക്കുകയാണ്. വളരെ അർത്ഥപൂർണമായ വരികൾ. ധന്യൻ യോസേപ്പേ യേശു പാലക കന്യാമേരിതൻ കാന്തനേ, മണ്ണിൽ മാനവർ വാഴ്ത്തിപ്പാടുന്നു നിന്നിൽ ശോഭിക്കും പുണ്യങ്ങൾ. യാതന കാണാൻ ഉഴറിടുമ്പോഴും താതൻ ദൈവത്തിൻ തിരുഹിതം നീതിയോടെന്നും നീതി നിറവേറ്റി ആത്മഹർഷത്താൽ ജീവിച്ചു. കുരിശുഭാരത്താൽ തളരുമ്പോഴെല്ലാം കരഞ്ഞിടുന്നു ഞാൻ ഭീതിയാൽ. തിരുഹിതം നിറവേറ്റി മോദത്താൽ തിരിയായി ഞാനെന്നും എരിയണം. വേല ചെയ്തെന്നും അന്നം നീയേകി പാലിച്ചു തിരു ഭവനത്തെ. ജോലി ഓരോന്നും തീർത്തിടട്ടെ ഞാൻ അലസതയിലും തീണ്ടാതെ. ആരെയും ദ്രോഹിക്കാത്ത നിന്മനം മറിയത്തെ കാത്തു ധന്യമായി. നിർമ്മല സ്നേഹ ചൈതന്യത്താൽ ഞാൻ ആർക്കും സംരക്ഷണം നൽകണം. ഈശോ നമ്മളെല്ലാവരെയും ശുദ്ധീകരിച്ചതാവുകയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വഴി നമുക്ക് വിശുദ്ധ തുടരാം. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് സഭയോട് ചിന്തിക്കാനും അവരുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുടുംബത്തിൽ ഈശോയെ പരിപാലിച്ചു വളർത്തിയ മാറിയോസേഫിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്താൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിരന്തരം അധ്വാനിച്ച പോലെ തൊഴിലിനോട് വിശ്വസ്ത പുലർത്താനും അതിനർത്ഥവും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവസ്വരത്തിന് കാതോർത്ത് ജീവിച്ച മാറിയോസേഫിന്റെ മാതൃകയിൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സഭാതനർക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമൂഹനായ ഞങ്ങളുടെ വിശുദ്ധാവ് മാർഫ്രാൻസിസ്കോയെയും ഞങ്ങളുടെ സഭയുടെ നൽകണമായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ദൈവശിഷ്യനായ മാർ തോമസ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ ശിഷ്യമായ മാർ ജോസഫ് സുബ്രഹ്മണ്യനെയും മറ്റെല്ലാ പ്രവർത്തകരെയും ആത്മീയതകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മെ നമ്മുടെ വിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം.
യോസേഫിന്റെ സംരക്ഷണയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ ഫലമേൽപ്പിക്കുന്ന ചുമതലകൾ നിന്റെ വളർത്തുപിതാവിനെ പോലെ വിശ്വസ്തയോടെ നിറവേറ്റാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിധത്തിലുള്ളതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വമാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അംഗമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
മനസ്സിലാക്കി ബഹുമാനിഷ്ടമെങ്കിൽ ആത്മവിശ്വാസം പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഭക്തന്മാരും മേജാശിഷ്യന്മാരും ഭദ്രാപുരിതന്മാരും ഭദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭരണാധികാരികളെയും സത്യവിശ്വാസത്തോട് വെച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും ഈശോയുടെ പ്രിയ ഇവരിൽ നമുക്ക് സഹകരിക്കുകയും സ്വർഗരാജ്യത്തിൽ നിത്യജീവന കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ രണ്ട് വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകും ഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അത് തന്നെയാകുന്നു. അങ്ങയുടെ വ്യാജനായ കർത്താവ് വിശ്വസിക്കാതെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാത്മകവും
ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാലും ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, സമാധാനം നൽകി. സ്തുതി
അവിടുന്ന് സ്വർഗത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും മർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്കുന്നത് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ നികവയിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിലുള്ള ആദ്യജാതന്മാർക്കും സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നതും അവിടുന്നാണ്. നിത്യനായ പരിശുദ്ധ റൂഹാവഴിയോട് തന്നെ തന്നെ നിർബലമായ തന്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ബലപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങളെ തുടർന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ വിധിക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു. ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസം കൊടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഓർമ്മിക്കാനും ചെയ്യും. കഥാവിനോട് കൽപ്പിച്ചതുപോലെ ആസ്വദിച്ചുകൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് രക്ഷ നൽകിയ സമന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ദിവസം ബലഹീനരും നിസ്സാരമായ നിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി ആരാധിച്ച് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൃപയാൽ നവീകരിച്ച് വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങളുടെ രക്ഷകനായുള്ള ഭയഭക്തിയോട് ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്തതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം മഹത്തായ രക്ഷകർത്താവും ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവം സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി നുറുങ്ങിയ ഹൃദയത്തോട് വലിയ ആത്മാവോടുകൂടെ അങ്ങയുടെ മകനെ നീച്ചുന്നതിന്റെ മുമ്പാകെ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായി വലിയ സംപ്രീതനായി കാരുണ്യം സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കാനിടയാകണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടുമേ മനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാനിടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ നാമതലവന്മായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ നാമതലവന്മായ ആർച്ച് ബിഷപ്പ് റാഫേൽ ത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ യോസേഫ് മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും
അങ്ങയെ പ്രസാദിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ഈ ദാസനെ ഈ വഴി പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയുടെ നടത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ബലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ ലോകത്തിൽ നിന്ന് മരിച്ചുപോയോ നിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവരും സ്ഥലത്തെ സിദ്ധാവുമായ പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിനും ദൈവവചനവുമായ കർത്താവ് ഈശോമിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു. അവിടെ ദൈവത്തിന്റെ മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണ്. എല്ലാവരും കർത്താവെ, ആരാധനായ ദൈവമേ, ആരാധനയുടെ ഫലമായി സ്തോത്രങ്ങളെയും കാര്യങ്ങളോട് സ്വീകരിക്കുന്നവരെയും ഞങ്ങളുടെയും കുർബാനയുടെയും മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിൽ നീ കാസയിലോട് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ള പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിച്ച എല്ലാവരോടൊപ്പം സ്വർഗ്ഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവ് ഈശോമിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ.
സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആദരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നുള്ള സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സഹോദരരെ, സർവ്വരാഷ്ട്രീയ വിശ്വാസത്തോടെ ദൈവത്തെ വിശ്വസിക്കുവാനും അവിടുത്തെ കൃപാലനം ചെയ്യുവാനും നമ്മളെ ക്ഷണിക്കുന്നു.
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം നൽകിയത് പ്രദേശമാണ്. ഇപ്പോൾ അടുക്ക പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തികോയി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാണ് അച്ഛന്. അച്ഛൻ്റെ സ്വന്തം വീട് ഉടനാടാണ്, ഇടവക. നേരിലുള്ള ധാരാളം കുട്ടികളെ അച്ഛൻ കടനാട് വെച്ച് പഠിപ്പിക്കുകയുണ്ടായി. ആ ശിഷ്യരൊക്കെ ഇവിടെ അച്ഛൻ്റെ കുർബാനയ്ക്കായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ് എന്ന് നമ്മളിതിനോടൊക്കെ മനസ്സിലായി. അതോടൊപ്പം തന്നെ അച്ഛൻ നല്ല സൗമ്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുകയും സന്തോഷത്തോടു കൂടി എപ്പോഴും വഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നല്ല സൗഹൃദങ്ങൾ മറ്റുള്ളവരുമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു അച്ഛനാണ്. നമുക്ക് അച്ഛനെ നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയും ചെയ്ത ഒറ്റപ്പെടുത്തച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ ഒരു അവസരത്തെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആസ്വാദനമായിട്ട് ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കുടുംബത്തിന്റെ പാലകനായ യോസേപ്പിന്റെ ഓർമ്മദിനത്തിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, വിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ച് വളർത്തിയ യോസേപ്പിനെ പോലെ ഈ ഭൂമിയിൽ നിന്നെ പറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെയും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നീതിമാനായ ദൈവമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. സങ്കടകാലത്ത് എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവ് തന്റെ ഭക്തനെ അനുഗ്രഹിക്കും. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് തന്നെ ശ്രമിക്കും. ശ്രദ്ധാപൂർവ്വം ചിന്തിക്കുകയും കിടക്കയിൽ നിന്ന് ധ്യാനിക്കുകയും ചെയ്യുവിൻ. ആര് നമ്മെ സഹായിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിമാനും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനുമായ യോസേഫേ, ഞങ്ങൾക്ക് സംരക്ഷണം മധ്യസ്ഥനുമായി നൽകിയ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ബന്ധുമിത്രാദികാരുടെ വാങ്ങുന്നവർക്കും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവദർശനം കീഴ്വഴങ്ങുവാനും തെറ്റിദ്ധാരണകളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയിൽ അഭയം തേടാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷമതകളിലും ദാരിദ്ര്യ ദുഃഖങ്ങളിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെയും മരണാസന്നരെയും കാത്തുപരിപാലിക്കണമെന്നും പാപവഴികളിലും അപകട സാഹചര്യങ്ങളിലും ചരിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നൊവേനയിൽ പ്രത്യേക നിയോഗത്തിനായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്നും അവരുടെ യാതനകൾ സ്വീകരിച്ച് ദൈവമയാൽ അവരെ നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശദമായി പ്രാർത്ഥിക്കാം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധായ പിതാവിന്റെ മധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആൻസ് മീഡിയ വിശുദ്ധ പിതാവിൻ്റെ ഒരു പുതിയ ഗാനം നമുക്കായിട്ട് തുറന്നിറങ്ങിയിട്ടുണ്ട്. നീരോരിൻ സംരക്ഷകൻ എന്നാണ് ഈ ഗാനത്തിൻ്റെ പേര്. മുൻ വർഷങ്ങളിലും ഇതുപോലെ തന്നെ ഗാനങ്ങൾ ആൻസ് മീഡിയ പുറത്തിറക്കിയിരുന്നു. നീരോരിൻ പുണ്യദാതൻ, ദൈവത്തിൻ്റെ സ്നേഹരൂപൻ എന്നിവയാണ് അതിൻ്റെ പേരൊക്കെ. നിരയുടെ സംരക്ഷകൻ എന്ന ഈ പുതിയ ഗാനം നിർമ്മിച്ചിരിക്കുന്നത് ഡാട്ടുകുന്നേൽ ജൂബിൻ ജോസാണ്. ഗാനരചന നടത്തിയിരിക്കുന്നത് ആൻഡ്രൂ നീരു, ഈണം നൽകിയിരിക്കുന്നത് ബിനോയ് നീരു, ആലപിച്ചിരിക്കുന്നത് ബിനോയ് നീരു, ജോയി കുഴിവേലിത്തടത്തിൽ, അതോടൊപ്പം ആൽബി പാട്ടുപാറ, ആഗിസ് കരുതല എന്നിവരാണ്. ഈ പുതിയ ഗാനത്തിൻ്റെ പ്രകാശനമായിട്ട് വികാരി അച്ഛനെയും നോട്ട പ്രസിഡന്റ് ക്ഷണിക്കുന്നു.